الحمد لله رب العالمين. الحمد لله جاعل اللوح والقلم، والصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وآله وسلم المبعوث إلى كافة الأمم وعلى آله وصحبه أهل الجود والكرم. ജാമിയയുടെ സന്നദ്ധദാന സമ്മേളനത്തിൽ അധ്യക്ഷം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അഭിവന്ദനായ നായകൻ, സമുദായത്തിൻ്റെ നാടിൻ്റെ നേതാവ്, ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, വേദി നിറഞ്ഞിരിക്കുന്ന ഉസ്താദ് MT അബ്ദുള്ള മുസ്ലിയാർ അടക്കമുള്ള പണ്ഡിത ശിരോമണികളായ ബഹുമാന്യരെ, സനത് വാങ്ങാനിരിക്കുന്ന യുവ പണ്ഡിതരായ ബഹുമാന്യരെ, ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ സന്നിഗ്ധമായ ഒരു സമയമാണ്. സനത് ദാനത്തിന് മുമ്പുള്ള വളരെ വിലപ്പെട്ട സമയമാണ്. വളരെ കുറഞ്ഞ സമയം മാത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ജാമിയയുടെ ചരിത്രപ്രധാനമായ ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സദസ്സിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. ജാമിയ ഒരു ചരിത്രത്തിൻ്റെ അടയാളമാണ്. ജാമിയയുടെ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ എന്നെപ്പോലുള്ളവർ, നമ്മെപ്പോലുള്ളവർ, നമ്മളൊക്കെ കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കിപ്പോകും. ഓർമ്മ എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ ജാമിയയുടെ കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കും, ആരും നോക്കിപ്പോകും. അങ്ങനെ നോക്കുമ്പോൾ ജാമിയയുടെ ചരിത്രത്തിൻ്റെ ഇതളുകൾ വിടരുന്നത് കാണാൻ സാധിക്കും. മഹത്തുക്കളായ നേതാക്കളുടെ, പണ്ഡിതരുടെ കാലൊച്ച നാം കേൾക്കും. ജാമിയ ഒരു ശബ്ദപ്പെട്ടിയാണ്, എ സൗണ്ട് ബോക്സ്. ആ ജാമിയയുടെ ശബ്ദപ്പെട്ടിയിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ളത് മഹത്തുക്കളായ നേതാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും സ്വരമാണ്, ശബ്ദവീജികളാണ്. ആ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഈ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ ഉത്ഥാനത്തിനും ഉന്നതിക്കും വേണ്ടി പ്രവർത്തിച്ച അതേ നേതാക്കളാണ് ജാമിയയെയും കെട്ടിപ്പടുക്കുകയുണ്ടായത്. ഒരേ വർണ്ണം, ഒരേ നിറം, ഒരേ ചുറ്റുപാട്, ഒരേ സാഹചര്യം, ഒരേ സംസ്കാരം, ഒരേ ഉള്ളടക്കം, ഒരേ രൂപഭാവങ്ങൾ, അതിൻ്റെ അല്പസ്വല്പ ഭാഗങ്ങളിലൂടെ കടന്നു പോകാൻ സാധിച്ചവരാണ് എന്നെപ്പോലുള്ള എളിയവരും നമ്മെപ്പോലുള്ള മറ്റു പലരും. ഈ ചരിത്രത്തിൻ്റെ ഭാഗമായി ആ ചരിത്രത്തിൻ്റെ പുതിയ മുന്നറിയിപ്പുകൾ ഉൾക്കൊണ്ടുകൊണ്ട്, പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇത്രയേറെ പണ്ഡിതരുടെ ഒരു നിര, യുവ പണ്ഡിതരുടെ, യുവ ഫൈലിമാരുടെ ഒരു നിര ഇവിടെ അണിചേർന്നിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം ബഹുമാന്യരെ, നിങ്ങളുടെ കയ്യിൽ സനത് ആദരണീയരായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവരുടെ കരങ്ങളിൽ നിന്ന് നിങ്ങൾ ഏറ്റുവാങ്ങാൻ പോവുകയാണ്. പുതിയ ചരിത്ര ദൗത്യം നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട്. ആ ദൗത്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സ്വാഗത പ്രസംഗത്തിൽ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, വളരെ ഹ്രസ്വമായ വാക്കുകളിൽ ഈ ജാമിയയുടെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുകയുണ്ടായി. അധ്യക്ഷ പ്രസംഗത്തിൽ അഭിവന്യ നേതാവ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആ ചരിത്രം ഓർമ്മിപ്പിച്ചു. ജാമിയ എന്ന വാക്ക് പോലും എത്ര സമഗ്രമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ആ അധ്യക്ഷ പ്രസംഗം, നമ്മളൊക്കെ വളരെ അർത്ഥവത്തായ സംസാരം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ജാമിയ എന്ന വാക്ക് സത്യത്തിൽ സംഗമത്തിൻ്റെ സമന്വയത്തിൻ്റെ കൂടി പേരാണ്. ജുമുഅ, ജാമിഅ, ജമാഅത്ത്, ഇതൊക്കെ ഒരേ ഒരു മൂലരൂപത്തിൽ നിന്ന് ഉത്ഭവം കൊണ്ടിട്ടുള്ളതാണ് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യമാണ്. യൂണിവേഴ്സിറ്റി എന്ന വാക്കിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നതും യൂണിവേഴ്സ് എന്ന വാക്കാണ്. പൊതുവായതിനെയാണ് അങ്ങനെ പറയുക, യൂണിവേഴ്സൽ. അതുകൊണ്ടായിരിക്കണം പൊതുവെ വലിയ ഇസ്ലാമിക കലാശാലകൾക്ക് ജാമിഅത്തുൽ അസ്ഹർ എന്ന് അസ്ഹറിന് പറയുന്ന പോലെ. അതെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് അഭിവന്ദനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ സനത് ദാന സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നിർവഹിച്ചത്. ദീനിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, ഒരു കേടുപാടും കൂടാതെ, സമൂഹത്തിന് ഹാനികരമായ ഒരു പ്രവൃത്തിയുമില്ലാതെ കണ്ട് മുന്നോട്ട് പോകേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ഓർമ്മിപ്പിച്ചു. സമാദരണീയനായ സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയ സനത് ദാന പ്രസംഗത്തിലും മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള മാർഗദർശനം നൽകിക്കൊണ്ടാണ് ഈ സദസ്സിനോടും യുവ ബിരുദധാരികളോടും സംസാരിച്ചിട്ടുള്ളത്. സമുദായത്തിൻ്റെ ഐക്യവും പോറൽ കൂടാതെ കാത്തു സൂക്ഷിക്കണമെന്ന് ആ സനത് ദാന പ്രസംഗത്തിലും അഭിവന്ദനായ സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവിടെ അടിവരയിട്ട് പറയുകയുണ്ടായി. മറ്റ് ഇൽമിയായ കാര്യങ്ങൾ പറയുകയുണ്ടായി. മറ്റു ദീനിയായ കാര്യങ്ങൾ, ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ ആ പ്രസംഗത്തിലും നാം ശ്രവിക്കുകയുണ്ടായി. അവസാനം എനിക്ക് തൊട്ടു മുമ്പ് ഉസ്താദ് MT അബ്ദുള്ള മുസ്ലിയാർ അദ്ദീനു അൻ നസീഹ എന്ന വാക്ക്, ആ ഒറ്റ വാക്കിലടങ്ങിയെല്ലാം എന്ന് ഞാൻ കരുതുന്നു. ദീന ഗുണകാംക്ഷയാണ്. അദ്ദീനു അൻ നസീഹ, വല്ലാത്തൊരു വാക്കാണ് നസീഹ എന്ന വാക്ക്. ആരെങ്കിലും പ്രസംഗിക്കാൻ വേണ്ടി സതുപദേശത്തിന് കയറി നിൽക്കുമ്പോൾ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന വാക്ക് നസീഹത്ത് എന്ന വാക്കാണ്, പ്രസംഗത്തിന് പോലും.
വഅലിന്റെ പോലും പര്യായ ശബ്ദമായിട്ട് ഈ കേരളക്കരയിലെ പൂർവികർ ഉപയോഗിച്ചിരുന്ന വാക്കാണ്. ഉസ്താദിന്റെ ഒരു നസീഹത്തുണ്ടായി എന്നാണ് പറയാ. ഉസ്താദ് പ്രസംഗിച്ചു എന്നാണ് ഈ പറയുന്നത്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ഗുണകാംക്ഷ എന്നാണ്. സത്യത്തിൽ പ്രസംഗവും ആ വാക്കിന്റെ ഭാഷാർത്ഥവും തമ്മിൽ ഒരു ബന്ധവുമില്ല. പിന്നെയും എന്തുകൊണ്ട് പ്രസംഗത്തിന്, വഅലിന്, ഉത്ബോധനത്തിന് പണ്ടത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഉറുതി പറയുന്നതിന്, ഉറുതി പറയാന്നാണ് പണ്ട് പറയാ. വഅല് പറയുന്നതിന്, ആ ഉറുതി പറയുന്നതിന് നസീഹ എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം എല്ലാ പ്രസംഗങ്ങളും ഉപദേശങ്ങളും സംസാരങ്ങളും ഗുണകാംക്ഷയിൽ ഊന്നിക്കൊണ്ടായിരിക്കണമെന്നുള്ളതാണ്. അതാണ് നമ്മുടെ പൂർവികർ പഠിപ്പിച്ചിട്ടുള്ള പാഠം. ഗുണമുദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. അതാണ് ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് ഖാലു, അവർ ചോദിച്ചു, സഹാബത്ത്, ഉസ്താദ് പറഞ്ഞ ഹദീസ് ഞാൻ ഓർക്കാൻ ശ്രമിക്കുകയാണ്. ലിമൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ ആരോടാണ് നസീഹത്ത് പുലർത്തേണ്ടത്? അവിടുന്ന് പറഞ്ഞു, ലില്ലാഹി വലി റസൂലിഹി, അള്ളാഹുവിനോടും അവന്റെ തിരുദൂതരോടും നിങ്ങൾ ഗുണകാംക്ഷ പുലർത്തണം. അള്ളാഹുവിനും റസൂലിനും നമ്മളെ ഭാഗത്ത് നിന്ന് എന്ത് ഗുണം കിട്ടാനാ? പക്ഷെ ആ ഹദീസിന്റെ വിശദീകരണം വളരെ അഗാധമാണ്. അള്ളാഹുവിനോടും റസൂലിനോടും ബന്ധപ്പെട്ട ഏത് കാര്യത്തോടും നല്ല മനസ്സ് പുലർത്തണം. വലി അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിം ലീഡർഷിപ്പിനോട്, നേതൃത്വത്തോട് നിങ്ങൾ ഗുണകാംക്ഷ പുലർത്തണം. വല്ലാത്തൊരു വാക്കാണ്. 1500 കൊല്ലം മുമ്പ് വലി അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ നേതാക്കളോട് നിങ്ങൾ ഗുണകാംക്ഷയുള്ളവരായിരിക്കണം. ബാക്കി ഒന്നും പറയാൻ പുണ്യ റസൂല് വിട്ടുപോയില്ല. ഇത് തിരുദൂതരാണ്. ഒമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. മിഅ്റാജിന്റെ അത്ഭുതങ്ങൾ പരാമർശിക്കുന്ന സൂറത്തുൻ നജ്മിലാണ് അള്ളാഹു അത്ഭുതകരമായി ഈ ആയത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ നബി ഒന്നും സ്വന്തം ഇച്ഛപ്രകാരം ഉച്ചരിക്കുന്നേയില്ല, അത് മുഴുവനും വഹിയാണ്. അതുകൊണ്ട് പുണ്യ റസൂലിന്റെ വാക്കുകളെ മുഴുവനും സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിങ്കൽ നിന്നുള്ള വഹിയായിട്ട് തന്നെ പരിഗണിക്കാനും കണക്കിലെടുക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഒന്നും നബി ഉച്ചരിക്കുന്നില്ല വഹിയായിട്ടല്ലാതെ, അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ്. വലിയ ആമ്മത്തിഹിം, സാധാരണക്കാരായിട്ടുള്ള ആളുകളോടും നിങ്ങൾ ഗുണകാംക്ഷ പുലർത്തണം. അപ്പം എല്ലാവരും പെട്ടു, ആരും പുറത്തല്ല. നേതാക്കൾ എന്ന് പറഞ്ഞ് നിർത്തിയിരുന്നെങ്കിൽ വലിയ ഒരു ജനസാമാന്യം പുറത്തായി പോവും. ഇല്ല, ഏത് സാധാരണക്കാരനായ മനുഷ്യനോടും. അതാണ് ഉസ്താദ് എം ടി അബ്ദുള്ള മുസ്ലിയാർ അല്പം മുമ്പ് സംസാരിച്ച ആ പ്രസംഗത്തിലൂടെ നമ്മൾ കേട്ടത്. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പോകുന്നത് കലുഷമായ ഒരു സമൂഹത്തിലേക്കാണ്. പഴയ കാലമല്ല, കാലം ഒരുപാട് മാറി. നമ്മളൊരു ഇടയ്ക്ക് ജീവിക്കുന്നവരാണെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. നമ്മുടെ പൂർവികർ പഴയ കാലമേ കണ്ടുള്ളൂ, അവരത് കഴിഞ്ഞു പോയി. നമ്മുടെ മക്കൾ പുതിയ കാലമേ കാണുന്നുള്ളൂ. കുഴപ്പമില്ല, നമ്മൾ രണ്ടും കാണുന്നവരാണ്. നമ്മൾ പഴയ കാലം കണ്ടു, പഴയ കാലത്തിൻ്റെ ഒരു ബാക്കിയിൽ നാം ജീവിതം തുടങ്ങി, പുതിയ കാലത്തും നാം ജീവിതം തുടരുകയാണ്. ജാമിയയുടെ നേതാക്കളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും അങ്ങനെയാണ്. ആ പഴയ കാലമാണ് അവർ കണ്ടത്. മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, മർഹൂം സയ്യിദ് പാടക്കാട് PMSA പൂക്കോയ തങ്ങൾ, കണ്ണിൽ നിന്നും കരളിൽ നിന്നും ഒരു കാലത്തും മറയാത്ത സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ജാമിയയുടെ സമ്മേളനം കഴിഞ്ഞാൽ ഞാനിപ്പോൾ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളോട് പറയായിരുന്നു, നമ്മൾ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദരണീയനായ ശിഹാബ് തങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് പോകണട്ടോ എന്ന്. ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മളെ ഭക്ഷണം കഴിക്കുമോ തങ്ങൾ? ഇല്ല. ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ? ഇവിടെ ആതിഥേയർ അവരാണ് സ്വീകരിക്കുന്നത്. ഒരേ ഒരു സമ്മേളനത്തിൽ എന്നെ പോലുള്ളവർ പോകുന്നത് അവർ സ്വീകരിക്കുന്ന സമ്മേളനം. ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ. ആ ഭക്ഷണം എവിടെയാണെന്നുള്ളത് ഒരു പാരമ്പര്യമാണ്. ആ പഴയ പാരമ്പര്യത്തിന്റെ തുടർച്ച ഇപ്പോഴും നടക്കുകയാണ്. ജാമിഅ ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ്. ആ പാരമ്പര്യത്തിന് കാവൽ നിൽക്കുകയും അതിൻ്റെ നന്മകളെ നിലനിർത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ബഹുമാനപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അതാണ് സന്നദ്ധദാന പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ നമ്മൾ കേട്ടത്. വലിയ ഒരു അരാജകത്വത്തിന്റെ, അധാർമികതയുടെ കൊടുങ്കാറ്റ് അടിച്ചു വീശുകയാണ്. മൂല്യനിരാസത്തിന്റെ, ദൈവനിഷേധത്തിന്റെ, പണ്ടൊന്നുമില്ലാത്ത ഇൽഹാദിന്റെ, ഇർത്തിദാദിന്റെ എല്ലാം പുതിയ വെല്ലുവിളികൾ നമ്മുടെ മുമ്പിൽ നൃത്തമാടുകയാണ്. അതിനെതിരെ ഉറച്ചു നിൽക്കാനുള്ള ആദർശപരമായ സ്ഥൈര്യം, ശരിയായ ഇൽമ്, ആ ഇൽമിന്റെ ആവാഹകരായിക്കൊണ്ടാണ് ജാമിഅയിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുന്നത്. ഈ മഹത്തുക്കൾ നമ്മോട് പറഞ്ഞ ആ ശരിയായ ഇൽമ്, യഥാർത്ഥ ഇൽമ് എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് മടങ്ങുന്നതാണെന്നും അവരിവിടെ പറഞ്ഞു. കണ്ണിയത്ത് ഉസ്താദിന്റെ ദുആ ഇവിടെ നടക്കുന്ന എത്ര സമ്മേളനങ്ങളിൽ മിക്കവാറും അവസാനം സംസാരിച്ചു കൊണ്ടിരുന്ന ആളുകളിൽപ്പെട്ട ഒരാളാണ് ഈ എളിയവൻ. യാ വദൂദ് യാ വദൂദ് യാ വദൂദ് എന്ന് കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ആ ആയത്തോർമ്മ ഒരു വൈലൈഹി യസ്അദുൽ കലിമുത് തയ്യിബ്, ഉത്തമമായ വചനങ്ങൾ അല്ലാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടും. ഈ മൈതാനിയിൽ ഇരിക്കുന്നവർക്കൊക്കെ തോന്നിപ്പോകും ആ നേരത്ത് ഇത് അർശിലേക്ക് ഉയർത്തപ്പെടുന്ന ദുആയാണെന്ന്.
അതാണ് ജാമിയ സമ്മേളനങ്ങളുടെ വല്ലാത്ത ഒരു സ്മരണ. ശംസുൽ ഉലമയുടെ ഗർജിക്കുന്ന ശബ്ദങ്ങൾ, അതാത് കാലത്ത് സമുദായത്തിനെതിരെ, രാജ്യത്തിനെതിരെ ഉള്ള വെല്ലുവിളികൾക്കെതിരെ ശംസുൽ ഉലമ ഗർജിച്ച വേദിയാണിത്. ഒന്നിച്ച് കൈകോർത്ത് പിടിച്ച് അവർ നീങ്ങിയ ആ ഒരു കാലം, അതിൻ്റെ എല്ലാം അടയാളമാണ് ജാമിയ നൂരിയ. ആ ജാമിയ അല്ലാഹു ഉത്തരോത്തരം അഭിവൃദ്ധിയിൽ നിലനിർത്തുമാറാകട്ടെ. തീർച്ചയായും അതിനെ നിലനിർത്തുന്ന നേതൃത്വമുണ്ട്, സമുദായമുണ്ട്. പക്ഷേ ഈ വെല്ലുവിളികൾ ചെറിയ വെല്ലുവിളികളല്ല. മാതാവിനെ മക്കൾ കൊല്ലുന്ന ഒരു കേരളത്തിലാണ് നാം ജീവിക്കുന്നത്. കഴിഞ്ഞ 6 മാസക്കാലം കേരളത്തിൽ മക്കളാൽ കൊല ചെയ്യപ്പെട്ട മാതാക്കളുടെ കണക്കെടുക്കണമെന്ന് ഈ അടുത്ത കാലത്ത് ചില വേദികളിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ധാർമ്മിക മൂല്യങ്ങളും മതമൂല്യങ്ങളും നൈതിക മൂല്യങ്ങളും മനുഷ്യന് വളരെ ആവശ്യമാണ്. അതില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പുണ്യ റസൂലിന്റെ വാക്ക്, അൽ ജന്നത്തു തഹ്ത അഖ്ദാമി ഉമ്മഹാത്തിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അടുത്ത ദിവസം ഈ കേരളക്കരയിൽ മാതാവിനെ കൊന്ന ഒരു മകൻ പറഞ്ഞ വാക്ക് ഞാൻ ചുരുക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എന്നെ ഗർഭം ചുമന്നതിനും പ്രസവിച്ചതിനുമുള്ള പ്രതിഫലം ആ സ്ത്രീക്ക് ഞാൻ നൽകി എന്നാണ്. മാതാവിനെ കൊന്ന ഒരു മകന്റെ പ്രസ്താവനയാണിത്. മാതാവിനെ കൊന്ന എന്നല്ല ശരിക്കും പറയേണ്ടത്, ഉമ്മയെ കൊന്ന എന്നാണ്. അപ്പൊ മനസ്സിലാവുമല്ലോ. എന്നെ ഗർഭം ചുമന്നതിനും പ്രസവിച്ചതിനുമുള്ള പ്രതിഫലം ആ സ്ത്രീക്ക് ഞാൻ കൊടുത്തു എന്നാണ് പോലീസിന് അവൻ കൊടുത്ത മൊഴി. എത്രമാത്രം ആഴമുള്ള പ്രതിസന്ധിയാണ് സമൂഹത്തിലേക്ക് ഇരച്ചു കയറുന്നത്. അതിനിടയിലൂടെ നടന്നു നീങ്ങുന്ന പണ്ഡിതന്മാരുടെ ദൗത്യം എന്താണ്? ആ ദൗത്യത്തിന്റെ നിർവഹണത്തിനാണ്. അതോടൊപ്പം മറുഭാഗത്ത് രാജ്യത്ത് കടുത്ത വർഗീയത പരത്താൻ, വെറുപ്പ് വമിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അവിടെ സ്നേഹത്തിന്റെ ദൂതന്മാരാകണം. മുമ്പൊരു കാലത്തും കേൾക്കാത്ത വിധത്തിൽ ഓപ്പണായി ഈ രാജ്യം ജാമിയയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ത്യയിലെ ഇസ്ലാമികമായിട്ടുള്ള സർവകലാശാലകൾ, കോളേജുകൾ അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ്. സ്വാതന്ത്ര്യ സമരം ഞങ്ങൾ ഇവിടെ ഇരുന്നാണ് പ്ലാൻ ചെയ്തത് എന്ന് ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും പറഞ്ഞ ഒരു സ്ഥാപനം ഇന്ത്യയിലുണ്ട്, ദേവ്ബന്ദ് ദാറുൽ ഉലൂം. ഞങ്ങൾ ഇവിടെ ഇരുന്നാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പ്ലാൻ ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയ പാരമ്പര്യമാണ്. അതാണ് ഇന്ത്യ. ആ ഇന്ത്യ അതിന്റെ ബഹുസ്വരതയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അതിനെതിരെയുള്ള വെല്ലുവിളികളെ പറ്റി ബോധവാന്മാരാകണം. മുൻകാല പണ്ഡിതന്മാർ ബോധവാന്മാരായ പോലെ, ശംസുൽ ഉലമ അന്ന് ബോധവാന്മാരായ പോലെ, ഇന്നും നമ്മുടെ സമസ്തയുടെ നേതാക്കൾ ബോധവാന്മാരാകുന്ന പോലെ, സമുദായ നേതാക്കൾ നമ്മോട് പറയുന്ന പോലെ, രാജ്യത്തിന്റെ നേതാക്കളാണത്. രാജ്യം നിലനിൽക്കണം, സൗഹൃദത്തിലും മൈത്രിയിലും സമാധാനത്തിലും നിലനിൽക്കണം. ഇതാ ഒരു റജബ് മാസത്തിലാണ് ഈ യോഗം നടക്കുന്നത്. ഇത് മെഹറാജിന്റെ മാസമാണ്. അതുകൊണ്ട് അഭിനന്ദനായ സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ ഇവിടെ പരിശുദ്ധ മെഹറാജിനെ കുറിച്ചുള്ള വളരെ ഇൽമിയായ കാര്യങ്ങൾ ഈ സദസ്സിനോട് സംസാരിക്കുകയുണ്ടായി. നമുക്കുമുണ്ടൊരു മെഹറാജ്. തെരേ മെഹറാജ് ഹേ തൂ ലൗഹ ഖദം തക് പഹുഞ്ച. നബിയെ, അവിടുത്തെ മെഹറാജിൽ അങ്ങ് ലൗഹിലും കലമിലും എത്തിയെങ്കിൽ മേരെ മെഹറാജ് ഹേ കെ മേ തെരേ ഖദം തക് പഹുഞ്ച. അങ്ങയുടെ കാൽക്കൽ എത്തുന്നതാണ് എന്റെ മെഹറാജ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ വിശ്വാസിക്കും ഒരു മെഹറാജ് ഉണ്ട്. അത് പുണ്യ റസൂലിന്റെ സുന്നത്തിനെ, തമാമുൽ ഉബൂദിയ്യത്തി അൻ യുവാഫിഖ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉബൂദിയ്യത്തിന്റെ താല്പര്യം എന്ന് പറയുന്നത് പുണ്യ റസൂൽ പഠിപ്പിച്ചതിലേക്ക് ചേർന്ന് നിൽക്കലാണ്. ഫീ മഖ്സൂദിഹി വഖസ്ദിഹി വതരീഖിഹി എന്നൊരു പണ്ഡിതൻ പറയുന്ന പോലെ പുണ്യ റസൂലിന്റെ ഉദ്ദേശത്തിലും അവിടുത്തെ മാർഗത്തിലും, വഖസ്ദുഹു അല്ലാഹു വഹദ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉദ്ദേശം എന്ന് പറയുന്ന അല്ലാഹു മാത്രമാണ്. വമഖ്സൂദുഹു തൻഫീദു അവാമിറില്ലാഹി ഫീ നഫ്സിഹി വഖുലുഖിഹി, അല്ലാഹുവിന്റെ കൽപ്പനകൾ തന്റെ സ്വന്തത്തിലും തന്റെ സ്വഭാവത്തിലും കൊണ്ടുവരലായിരുന്നു പുണ്യ റസൂലിനെ സംബന്ധിച്ചുള്ള മഖ്സൂദ്, തരീഖ്. ആ തരീഖിലേക്ക് പോകുന്ന ഇൽമാണ് ജാമിയ പ്രദാനം ചെയ്യുന്ന ഇൽമ്. അത് രാജ്യത്തിന് ആവശ്യമാണെന്നാണ് ഞാൻ പറയുന്നത്, ഒരു പ്രത്യേക സമുദായത്തിന് മാത്രമല്ല, ഈ രാജ്യത്തിന്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഞങ്ങൾ ഇവിടെ നിന്നാണ് സ്വാതന്ത്ര്യ സമരം പ്ലാൻ ചെയ്തത്. ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു ജാമിയ മില്ലിയെ കുറിച്ച് പറഞ്ഞല്ലോ. അതിന് കല്ലിട്ടത് ഒരു മഹാപണ്ഡിതനാണ്. ആ കല്ലിടുമ്പോൾ അവിടെ അടുത്ത് നിന്നത് മഹാത്മാഗാന്ധിയാണ്. ഇന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സർവകലാശാലയാണ്. അതുകൊണ്ട് ഈ ഇസ്ലാമിക വിജ്ഞാനശാലകളൊക്കെ എന്തോ കുഴപ്പത്തിന്റെ കേന്ദ്രം എന്ന പേരിലൊക്കെയുള്ള പ്രചരണം നടക്കുമ്പോൾ ഈ ചരിത്രങ്ങളൊക്കെ ഓർത്തെടുക്കുകയും ലോകത്തോട് പറയുകയും ചെയ്യാൻ സാധിക്കണം. അത് സൗഹൃദത്തിന്റെ ചരിത്രമാണ്. മൃദുലത മാത്രമാണ് മതം. മതം സ്നേഹമാണ്, കാരുണ്യമാണ്, വെറുപ്പല്ല. എൻ്റെ പൊന്നുമോനെ അനസേ, പുണ്യ റസൂലിന്റെ വാക്കുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. എൻ്റെ മോനെ അനസേ എന്നാണ് പുണ്യ റസൂൽ വിളിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം.
അനസ് റസൂലുള്ളാഹിന്റെ മോനല്ല, പ്രിയപ്പെട്ട സഹാബിയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുമ്പോൾ നമ്മളൊക്കെ പറഞ്ഞു, ഏത് സാധാരണക്കാരും പറയും മോനെ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന്. അള്ളാഹിന്റെ റസൂല് സയ്യിദുനാ വ നബിയുനാ ഖൈറുൽ വറാ താഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം, എൻ്റെ മോനെ അനസേ, നേരം വെളുക്കുമ്പോഴും ആരോടും വെറുപ്പില്ല, വൈകിട്ടും ആരോടും വെറുപ്പില്ല. ഇൻ ഖദിർത അൻ തുസ്ബിഹ വ തുംസിയ വലൈസ ഫീ ഖൽബിക ഗശ്ശുൻ ലി അഹദിൻ. ആരോടും വെറുപ്പില്ലാതെ നേരം പുലരാനും വൈകുന്നേരമാകാനും നിനക്ക് കഴിയുമെങ്കിൽ ദാലിക മിൻ സുന്നത്തി, അതാണ് എൻ്റെ ചര്യ, അതാണ് എൻ്റെ മാർഗം. മനസ്സേ, ഇന്ന് ലോകത്തോടത് പറയേണ്ട സമയമാണ്. സോഷ്യൽ മീഡിയയിൽ വാക്കുകൊണ്ട് ബോംബിടുന്നവരുടെ കാലമാണ്. വെറുപ്പ് വെറുപ്പ് വെറുപ്പ്, ഒരു ജനതയോട് വെറുപ്പ്, ഒരു സമുദായത്തോട് വെറുപ്പ്, ഒരു പ്രദേശത്തോട് വെറുപ്പ്. അതിനെ സ്നേഹം കൊണ്ട് നേരിടുവിൻ പ്രിയപ്പെട്ടവരെ, വിശ്വം പരക്കുന്ന സ്നേഹം കൊണ്ട് നേരിടുവിൻ. പുണ്യ റസൂലിന്റെ മൗന മന്ദഹാസം കൊണ്ട് നേരിടുവിൻ. മഹബത്തിന്റെ വലിയ സന്ദേശം കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഇന്നല്ലാഹ റഫീഖുൻ, അല്ലാഹു മൃദുലതയാണ്. വയുഹിബ്ബുർ റിഫ്ഖ്, അല്ലാഹുവിന് മൃദുലതയാണ് ഇഷ്ടം. വയുഅതി ഫിർ റിഫ്ഖ്, അല്ലാഹു എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ മൃദുലതയിലേക്ക് കൊടുക്കൂ. വലാ യഅതി ഫിൽ ഉനുഫ്, അല്ലാഹു ഹിംസയിലും വെറുപ്പിലും ഒന്നും ആർക്കും കൊടുക്കൂല. അല്ലാഹു കൊടുക്കുന്നത് സ്നേഹത്തിൽ മാത്രമാണ്. സർവശക്തനായിട്ടുള്ള ഏക ദൈവം ഈ മാനവരെ ഒന്നായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. മാനവരാശി ഒറ്റ കുടുംബമാണ്. എല്ലാ വെറുപ്പുകളെയും അറിവ് കൊണ്ട് നേരിടണം. അറിവ് സ്നേഹമാണെന്ന് വിളിച്ചു പറയണം. അറിവ് സ്നേഹമാണ്, സ്നേഹമാണ് അറിവ്. അതാണ് പുണ്യ റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരം പുലരുമ്പോഴും വെറുപ്പില്ല, വൈകിട്ടും വെറുപ്പില്ല. അങ്ങനെ നേരം വെളുക്കാനും വൈകുന്നേരമാകാനും നമുക്ക് സാധിക്കുമെങ്കിൽ ദാലിക മിൻ സുന്നത്തി, അതാണ് എൻ്റെ മാർഗം. വമൻ അഹബ്ബ സുന്നത്തി കാന മഈ ഫിൽ ജന്ന, എൻ്റെ സുന്നത്തിനെ സ്നേഹിച്ചവൻ എന്നോടൊപ്പം സ്വർഗത്തിലുമാണെന്ന പരിശുദ്ധ റസൂലിന്റെ വാക്കിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ജാമിയയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച മഹത്തുക്കൾ, പ്രവർത്തിച്ചവർ എത്രയോ ആളുകൾ ഇന്ന് ഇവിടെ ഈ സമ്മേളനത്തിന്റെ ഈ മൺപുഴിയിൽ ഇരുന്നവർ പലരും ഇന്ന് ഖബറിലായിരിക്കും. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സന്ദർഭത്തിൽ ഇവിടെ സമ്മേളിച്ചവർക്കെല്ലാം, പ്രത്യേകിച്ച് യുവ പണ്ഡിതർക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിങ്ങൾ കടന്നു ചെല്ലുന്ന വേദികളിൽ നിങ്ങൾ അറിവിൻ്റെ വലിയ വലിയ വാതായനങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. നിങ്ങൾക്ക് മുമ്പിൽ പരവതാനികൾ വിരിക്കട്ടെ. നിങ്ങളെ നാട് സ്വീകരിക്കും, ജനം സ്വീകരിക്കും, സമൂഹം നിങ്ങളെ കാത്തിരിക്കുന്നു. വെറുപ്പ് നിറഞ്ഞ കൂരിരുട്ടിലേക്ക് സ്നേഹത്തിൻ്റെ വെളിച്ചം പരത്തുന്ന ഉത്തമ പ്രതിനിധികളായി, ജാമിയയുടെ സന്തതികളായി നിങ്ങൾ ഈ നാട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇന്ത്യയുടെ ബഹുസ്വരത കാക്കാൻ. ഒരു മാസം കഴിഞ്ഞാൽ റമദാൻ വരെയായി. ഷഅബാന്റെ അവസാനം വന്നാൽ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് ചന്ദ്രൻ ഉദിച്ചോ എന്ന് പോയി നിൽക്കുന്ന ഒരു നേതാവുണ്ടായിരുന്നു ഇന്ത്യയിൽ. മാസം ഉദിച്ചോ എന്ന്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ആ ഗാന്ധിയുടെ പേര് പോലും മാറ്റുന്ന ഒരു ഇന്ത്യയിൽ മാസം ഉദിച്ചോ നിങ്ങൾ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ ആളുകളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് റമദാനിലെ മാസപ്പിറവ കാണാൻ പോയി നിന്നിരുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ഇന്ത്യയിൽ എല്ലാ സമുദായങ്ങൾക്കും എല്ലാ സമുദായത്തിലെ പണ്ഡിതന്മാർക്കും നിർവഹിക്കാനുള്ള കാലിക ദൗത്യം നിറവേറ്റുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ വാക്കുകൾ നിങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പണ്ഡിതർക്ക്, ഇവിടുന്ന് അല്പസമയം മുമ്പ് വിട്ടുപോയ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ അടക്കമുള്ളവർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. എല്ലാ നേതാക്കൾക്കും എല്ലാ പണ്ഡിതർക്കും സമൂഹത്തിന് അവരാവശ്യമുണ്ട്. അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ അവസാനം.